നമസ്കാരം. ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 1 രാമായണ മാസം ആരംഭിച്ചിരിക്കുകയാണ്. കർക്കിടക മാസത്തെ പൊതുവെ പഞ്ഞമാസം എന്നാണ് പറയപ്പെടുന്നത്. ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു മാസം തന്നെ. പക്ഷേ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ, അതായത് അനുകൂലമായ രാശി മാറ്റങ്ങൾ വന്നു ചേരുന്നതിനാൽ വലിയ രീതിയിലുള്ള ഭാഗ്യം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം ഭാഗ്യദേവതയുടെ കടാക്ഷം ഇവർക്ക് ഈ ഒരു മാസക്കാലം മുഴുവൻ കൂടെ നിൽക്കുന്നതിനാൽ വെറുതെ ഇരുന്നാൽ പോലും പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. അത്രയധികം അനുകൂലകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് സൂര്യൻ. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനെ അറിവിൻ്റെയും തേജസ്സിൻ്റെയും ദാതാവായാണ് അറിയപ്പെടുന്നത് പോലും. ഇന്നലെ വൈകിട്ട് 5:32 സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ചിരുന്നു. മലയാള മാസം കർക്കിടകം 1-ാം തീയതിയാണിന്ന്. കർക്കിടക മാസത്തെ പൊതുവെ പഞ്ഞമാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സൂര്യൻ കർക്കിടകൻ രാശിയിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഇതിൻ്റെ ഒരു പൂർണ്ണ ഭാഗ്യം ലഭിക്കണമെന്നില്ല. ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൂര്യൻ ഈ കർക്കിടക മാസത്തിൽ കർക്കിടകൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ഭാഗ്യ അനുകൂല നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. സൂര്യൻ്റെ രാശി മാറ്റം 12 രാശിക്കാരുടെയും 27 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുമെങ്കിലും ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ പഞ്ഞമാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസത്തിൽ തന്നെ വളരെയധികം സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്ന രീതിയിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കും. ഇത് ഇവരുടെ ജീവിതത്തിലെ ഒരു സുവർണ നിമിഷങ്ങളാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ രാശികൾ ഏതൊക്കെയെന്നും ആ രാശികൾ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേര് നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറാനായി ഞാനും മഹാദേവനോട് പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ആദ്യമായി കർക്കിടകൻ രാശി. പുണർദം, പൂയം, ആയില്യം. സൂര്യൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രവേശനം കർക്കിടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ 3 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും. ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യദേവതയുടെ കടാക്ഷം കൂടെ ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നും അനുകൂലകരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണിത്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന സമയം. ഈ ഒരു മാസം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അടുത്തത് ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം. സൂര്യൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രവേശനം ചിങ്ങരാശിക്കാർക്കും അനുകൂലകരമാണ്. ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ തൊഴിൽപരമായ മേഖലയിൽ വലിയധികം ഉയർച്ച കൈവരിക്കുന്നതിന് സഹായകമാകും. കരിയറിൽ മികച്ച അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കൃഷി, വ്യാപാരം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും. ആ മേഖലയിൽ, അതായത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുകയും മേലുദ്യോഗസ്ഥരിൽ നിന്നും വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നിങ്ങളെ തേടിയെത്തും. ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം മാറി അനുകൂലമായ വിവിധ മാറ്റങ്ങളാണ് ഈ ഒരു കർക്കിടക മാസം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന അപൂർവ നിമിഷങ്ങൾ തന്നെയാണ് കർക്കിടക മാസം നിങ്ങൾക്കായി സമ്മാനിക്കാൻ പോകുന്നത്. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം എന്നീ 3 നക്ഷത്രക്കാർക്ക് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള ശുഭകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അതായത് നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും ഭാഗ്യം കാണുന്നു. പുതിയ ജോലിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും പുതിയ ജോലിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും എന്തുകൊണ്ടും അനുകൂലമായ സമയമാണ്. ഒരു ജോലിക്കായി ഏറെ നാളെ പരിശ്രമിച്ചിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു തൊഴിൽ ലഭിക്കാനുള്ള അനുകൂല സമയം വന്നു ചേർന്നിരിക്കുന്നു. വിദേശത്തേക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി യാത്ര നടത്തേണ്ടി വരും. വിദേശ രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം പ്രയോജനകരമാക്കി എടുക്കാൻ സാധിക്കും. ഈ ഒരു സമയം നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അതിൽ പൂർണ്ണ ഫലം ലഭിക്കുകയും വിദേശ രാജ്യത്ത് പോകണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും.
കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടും. ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും സന്തോഷവും കുടുംബാംഗങ്ങളൊക്കെ കൂടെ ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. എന്തുകൊണ്ടും ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ തന്നെയായിരിക്കും ഈ കർക്കിടക മാസം തുലാം രാശിക്കാരെ സംബന്ധിച്ച്. അടുത്തത് വൃശ്ചികൻ രാശി. വിശാഖം, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാർക്കും കർക്കിടക രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രവേശനം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടും. പല വഴിക്കൊന്നും പണം കൈകളിലേക്കെത്തും, അതും അപ്രതീക്ഷിതമായ രീതിയിൽ. എന്ന് വയ്ക്കുമ്പോൾ നിങ്ങൾ ഏറെ നാളായി കടം കൊടുത്തിട്ടും തിരികെ ലഭിക്കാതിരുന്ന പൈസ ഇനി തിരികെ കിട്ടില്ല എന്ന് കരുതിയ പൈസയൊക്കെ നിങ്ങളെ തേടി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന സമയമാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാക്കുന്നതിനും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും സഹായകമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനും ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം കൊയ്യുന്നതിനും എന്തുകൊണ്ടും ഈ കർക്കിടക മാസം നിങ്ങൾക്ക് അനുകൂലകരമാണ്. സന്താന ഭാഗ്യം കൈവരും. ഏറെ നാളായി കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം വന്നു ചേരുകയും അവരുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം വന്നു ചേരുകയും ചെയ്യും. എന്തുകൊണ്ടും വിവാഹിതരായവർക്കും അവിവാഹിതരായവർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തൊഴിൽ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അനുകൂലകരമായിട്ടുള്ളൊരു മാസമാണ് ഈ ഒരു കർക്കിടക മാസം. അതും വൃശ്ചികൻ രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക്, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് മകരൻ രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. സൂര്യൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രവേശനം മകരൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന 3 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വളരെയേറെ ഗുണകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും. ഗുണകരമായ പല അനുകൂല മാറ്റങ്ങളും ഈ ഒരു മാസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയാകും. നിക്ഷേപങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം വന്നു ചേരും. ഇത് നിങ്ങളുടെ ആസ്തി ഇരട്ടിപ്പിക്കുന്നതിനും സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും സഹായകമാകും. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി, അതായത് വേഗത്തിലെല്ലാം പരിഹരിക്കാൻ സാധിക്കുകയും ദമ്പതികൾക്കിടയിൽ നല്ല രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും. ശത്രുദോഷം നിങ്ങളിൽ നിന്നും വിട്ടുമാറും. നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുദോഷങ്ങളോ ശത്രുപീഡകളോ അനുഭവിച്ചിരുന്നെങ്കിൽ അതൊക്കെ മാറി ശത്രുവിന്മേൽ വിജയം കൊയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഈ കർക്കിടക മാസം മകരൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമായി പോകാൻ സാധിക്കുന്ന ഏറ്റവും അനുകൂലകരമായിട്ടുള്ളൊരു ദിവസങ്ങളാണ് ഈ കർക്കിടക മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടുന്ന സമയം. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.